സുഭാഷ് ബാബു സാർ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ RSSനോടുള്ള സമീപനമായിരുന്നില്ല പ്രധാന ചർച്ചാ വിഷയം. പോലീസ് മൂന്നാം മുറ പ്രയോഗിക്കുന്നു, അങ്ങനെ ഇടിയം പോലീസ്, അതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ RSS അവിടെ പരാമർശ വിധേയമായി എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തിട്ടൂരം മുഖ്യമന്ത്രി ഇറക്കിയത്? RSSുമായി ചേർന്ന് പ്രവർത്തിക്കരുത്, അല്ലെങ്കിൽ RSSുമായി അടുപ്പം പാടില്ല, സംഘപ്രവർത്തകരുമായി ബന്ധം വയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കാം? അല്ല, പൊതുവില് നേരത്തെ RSSൽ പ്രവർത്തിക്കുന്നതിന് കേരള ഗവൺമെന്റ് അലിഖിതമായൊരു ബാൻ ഏർപ്പെടുത്തിയിരുന്നു. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഓർമ്മയുണ്ട്, അതായത് 80കളിലൊക്കെ ഈ ബാലഗോകുലത്തിലും അങ്ങനെയുള്ള ചില സാംസ്കാരിക പരിപാടികളൊക്കെ ഈ സംഘത്തിന്റെ പോഷക സംഘടനകൾ അങ്ങനെയുള്ള കേസുകൾ ഓർഗനൈസ് ചെയ്യുന്ന അവസരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോകാറുണ്ടായിരുന്നു. ഞാനും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 85 ആയതോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള പോകുന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് അങ്ങനെയുള്ള ആളുകളെ ഒരു വർഗീയ ഛായയോടെ കാണണം എന്നുള്ള ഒരു സന്ദേശം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ വരികയും അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ ആളുകൾ അത് പോകാതായി. പക്ഷെ അതിൽ ഞാൻ പറയാം, ഒരു അന്ന് ഇടതുപക്ഷമായിരുന്നു അധികാരത്തിലല്ലേ? 85 എന്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം, അല്ല, അതിന്ന് പിന്നെ UDF ആണ് എന്റെ ഓർമ്മ. 85 UDF വന്നു. അപ്പൊ എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അതാണ് ഈ RSSന്റെ മറ്റേ ഈ ശാഖയ പ്രവർത്തനങ്ങൾ, ട്രെയിനിങ്ങുകളൊക്കെ പൊതുസ്ഥലത്ത് നിരോധിച്ചുകൊണ്ടൊക്കെയുള്ള ഉത്തരവ് കേരള പോലീസ് ആക്ട് ഉണ്ടാക്കിയ അന്നാണ്. അപ്പോ അത് വന്നതിന് ശേഷം പൊതുവെ ഉദ്യോഗസ്ഥന്മാർ പോകാറില്ല. പണ്ട് നമ്മളെ ഇപ്പം മുൻപ് നമ്മുടെ IPS ഉദ്യോഗസ്ഥനായിട്ട് വിരമിച്ച് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ രാഘവൻ നായർ എന്ന് പറഞ്ഞ കണ്ണൂർ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചു. അതുപോലെ നമ്മുടെ പുലിക്കോടൻ നാരായണന്റെ പേരിൽ നോട്ടീസ് ഒക്കെ കൊടുത്തു. പക്ഷെ അത് നടപടി മുന്നോട്ടെടുത്തില്ല. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ പോകാതായി. അങ്ങനെ പോലീസ് പൊതുവെ അതിൽ നിന്ന് വൈമുഖത കാണിച്ചു. അപ്പൊ ആ സമയത്ത് അതിനുശേഷവും നമ്മുടെ ഈ ദുർഗാപൂജ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ ആഘോഷപരമായിട്ട് നടത്തിയിരുന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പൊ ഞാനൊക്കെ സർവീസിൽ വന്ന് വളരെ നാളത്തേക്ക് അത് നടത്തിയിരുന്നു. അത് നടത്തി കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയമായിട്ട് അതിനെ പോലീസ് സ്റ്റേഷനിൽ ആയുധ പൂജ, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, സർക്കാരെ, പോലീസ് എന്നൊക്കെ പറഞ്ഞു പ്രൊസഷനും മുദ്രാവാക്യവും ഒക്കെ ആയതിന്റെ പശ്ചാത്തലത്തിൽ അത് ഒരു വർഗീയ ഛായയുള്ള ആഘോഷമാണ്, പോലീസ് സ്റ്റേഷനിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ട് പോലീസിൽ നിരോധിക്കുകയുണ്ടായി. അപ്പൊ അത് മുമ്പൊക്കെ ഇതേമാതിരിയുള്ള ആഘോഷങ്ങളിലൊക്കെ പോലീസ് സജീവമായി പങ്കെടുത്തിരുന്നു. അന്നൊക്കെ വലിയ നാടകങ്ങള്, പാട്ട് കച്ചേരികള്, ഇതൊക്കെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ പോലീസ് സ്റ്റേഷൻ തലത്തിൽ തന്നെ നടന്നുകൊള്ളൊക്കെ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഞാനും ഒക്കെ അത് സംഘടിപ്പിക്കുകയും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സജീവമായി പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, MSP ക്യാമ്പില് സ്ഥിരമായിട്ട് ഇങ്ങനെ എല്ലാ ക്യാമ്പുകളിലും ഉണ്ടായിരുന്നു ആയുധ പൂജയുണ്ട്. അതായത് എല്ലാം ആയുധങ്ങൾ, ഇപ്പം ലത്തി, അതേമാതിരി തന്നെ ഈ ഗ്രനേഡുകളൊക്കെ, അതുപോലെ തന്നെ തോക്കുകളൊക്കെ ആയുധം വെക്കും, അവിടെ പൂജയ്ക്ക് വെക്കും. പൂജയ്ക്ക് വെച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് പൂജിക്കുന്ന ചില സംഘടന, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിച്ച് പൂജിക്കുന്ന സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു. അത് പല ചിലരും മറന്നുപോയിട്ടുണ്ട്, പക്ഷെ ഉള്ളതെന്നുള്ള സത്യമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ MSPയിൽ ഒരു പോലീസ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പിന്നെ നമ്പൂതിരി സമുദായത്തിലുള്ള ആളല്ല. അദ്ദേഹം അവിടെ സ്ഥിരമായിട്ട് പൂജ ചെയ്തുകൊണ്ടിരുന്ന അവസാനം അദ്ദേഹത്തിന് ടൈറ്റിൽ നമ്പൂതിരിന്നായി. മലപ്പുറത്തുകാരനാണ് അദ്ദേഹം. അപ്പോ അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, ഞാൻ ക്ഷമിക്കണം. മലപ്പുറം ജില്ലയിലാണ്, അന്വേഷിച്ചാൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോ അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കാണുകയും അദ്ദേഹം ആ കാര്യം എന്നോട് സംസാരിക്കുകയും, ഞാൻ ഇതിന്റെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അതായത് നാവൻ പൂജയുടെ ആരംഭത്തിന് ഒരു ക്ഷേത്രത്തിൽ പോയ കഥയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു. സാറേ, എന്നെ ഓർമ്മയുണ്ടോ, ഞാനാണ് നമ്മുടെ പഴയ നമ്പൂതിരി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോ ഇങ്ങനെയൊക്കെ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്, അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ജില്ലാ പോലീസ് മേധാവികളൊക്കെ ഇതിനകത്ത് പങ്കെടുത്തൊക്കെ എനിക്ക് നേരിട്ട് ഓർമ്മയുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം എന്തോ കാരണത്താല് ഈ ഒരു ആഘോഷം പാടില്ല എന്ന് പറയുകയും അതിന്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ
നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അന്ന് ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന്റെ നിലനിർത്തിയ ബഹുമാന്യായ അഡ്വക്കേറ്റ് ചങ്കുട്ടിദാസ് പറഞ്ഞു ആ റൂൾ 5 അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഉണ്ടാക്കിയിരുന്നു. അത് സമാനമായിട്ട് ഇവിടെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ പോലും അതിന്റെ സമാനമായിട്ട് ഇവിടെ നിയന്ത്രണങ്ങൾ ഉള്ളതായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അത് കോടതികള് അദ്ദേഹം പറഞ്ഞ മാതിരി അത് പല പ്രാവശ്യം കേസിന്റെ ആധാരമായിട്ട് വരികയും തർക്ക വിഷയമായി വരും. അത് അങ്ങനെ ഒരു ശരിയല്ല, ഇതൊരു അന്തർദേശീയ സംവിധാനമാണ്, ഇത് സാംസ്കാരിക ദേശ സ്നേഹ സംഘടനയാണ്, അത് പുരോഗമന സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന, അതുകൊണ്ട് അവർക്ക് മറ്റൊരു രീതിയിലും ബാൻ ഉണ്ടാവും, ഇതിലൊരു തീവ്രവാദ സംഘടനയല്ല, രാജ്യത്തിന് അല്ലെങ്കിൽ വിഘടനവാദികളല്ല, അല്ലെങ്കിൽ വർഗീയമായിട്ട് ഒരു പ്രതിച്ഛായയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് ആരോപിക്കപ്പെട്ടാലും അങ്ങനെയുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ശരിയല്ല എന്നുള്ള പശ്ചാത്തലത്തിൽ വരികയും അത് കഴിഞ്ഞ വർഷം 2024 അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്ത് പാടില്ല എന്നുള്ള പഴയ നിയമം അത് മാറ്റപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാൻ വിഷമമൊന്നുമില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല VC-മാരും അതുപോലെ തന്നെ ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുള്ള IAS ഉദ്യോഗസ്ഥന്മാരുള്ള ഇതേമാതിരിയുള്ള സംഭവങ്ങളിലൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇവരും ഉദ്യോഗസ്ഥ തലത്തിലും ഇതിന്റെ സംവിധാനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം പൊതുവെ RSS വിദ്വേഷികളായ ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അത് തീർച്ചയായിട്ടും അനവസരങ്ങളുണ്ടാകും. ഇതിന്റെ പശ്ചാത്തലത്തിലൊക്കെ അസ്വാരസ്യങ്ങളുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവൊന്നും ആർക്കും പുറപ്പെടുവിക്കാനോ, ഉത്തരവ് പുറപ്പെടുവിച്ചാൽ കോടതി ചോദ്യം ചെയ്യുകയും അത് കോടതി എന്തായാലും ശരി ഒഴിവാക്കണമെന്ന് പറയുകയും അത് തെറ്റാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാചികമായിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് രേഖാപരമായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. ആ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഇതേമാതിരി ഭയചകിതരായി നിർത്തി ഭയപ്പെടുത്തി ഒഴിവാക്കി നിർത്താൻ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ അതുകൊണ്ട് എന്ന് വിചാരിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ പോയി കഴിഞ്ഞാൽ തലവെട്ടാനൊന്നും പറ്റില്ല. വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ഇതല്ലാത്ത മറ്റു കാര്യങ്ങൾ ആരോപിച്ച് അവരുടെ പേരിൽ നടപടിയൊക്കെ സ്വീകരിക്കാം, അവരെ ബുദ്ധിമുട്ടിക്കാം എന്നല്ലാണ്ട് ഇത് പറഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പം എടുക്കാനുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നില്ല. പിന്നെ കേരളത്തിൽ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ കുറെ റിട്ടയർ ചെയ്ത് പോയ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികരായാലും അത് സജീവമായിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ജേക്കബ് തോമസ് അദ്ദേഹം ഇപ്പോ ഒരു സംഘ പ്രവർത്തകനായിട്ട് അദ്ദേഹം പദസഞ്ചലനത്തിന് പങ്കെടുക്കുന്നു. അങ്ങനെ വരുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വിഭാഗീയത പോലീസിനകത്ത് ശക്തമായിട്ടുണ്ടാവും, അത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഭയം കൊണ്ടാവും. കാരണം അത് മറ്റാളുകൾ ആരും എഴുന്നേൽക്കില്ല. പക്ഷെ ഈ ഒരു സംഘടനയിൽപ്പെട്ട അതിന് വിധേയത്വത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ അതിന് താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് വിഭാഗം ഉണ്ടായാൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷൻ തലത്തിൽ പ്രവർത്തനങ്ങളിൽ വൈകല്യങ്ങളിൽ സംഘർഷാത്മക സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണ്ടുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യം അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഇത് പറഞ്ഞിട്ട് ആരുടെ പേര് നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. അത് ഇത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും സാമൂഹ്യമായിട്ടും മറ്റ് സാംസ്കാരികമായിട്ടും രാജ്യ താല്പര്യം നിലനിർത്തുന്ന ഒരു സംഘടനയാണെന്ന് നിയമപരമായി പോലും അംഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ട് യാതൊരു തടസ്സവും നിലനിൽക്കാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും അതിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അതിനകത്ത് ആശങ്കകൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പോലീസിലെ വിഭാഗങ്ങള് ഇതിന് സഹചാരികളായിട്ട് പോവുകയാണ്. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഈ സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇപ്പൊ കോഴിക്കോട് ഭാഗത്തൊക്കെ പലരും അതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇതേമാതിരി പൂജവെപ്പൊക്കെ വരുമ്പോ അങ്ങനെ അതുകൊണ്ട് ഇത് ആ ഒരു പക്ഷത്തേക്ക് ആളുകള് മാറുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ താല്പര്യം അവർക്ക് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടാകാം. ആ ആശങ്കയൊക്കെ വരുമ്പോൾ അതൊരു സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കി വരരുത് എന്നുള്ള സദുദ്ദേശത്തോടു കൂടി ആയിരിക്കാം. അതല്ലെങ്കിൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അപകടകരമായ സാഹചര്യം രാഷ്ട്രീയമായിട്ട് ഉണ്ടാകുന്നുള്ള ഭയം കൊണ്ടായിരിക്കും. എന്തായാലും ഇതാണ് നിലവിലിരിക്കുന്ന സാഹചര്യം. പക്ഷേ ഇതില് ഇന്ന് ഉദ്യോഗസ്ഥന്മാര് അതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. നിയമം അതിന് പറഞ്ഞിട്ട് നടപടിയെടുക്കാൻ പറ്റില്ല. അത് മറ്റേതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മൾ വകമേറ്റ് നടപടി എടുക്കുന്ന മാതിരി, അത് തരം മാറ്റി നടപടി എടുക്കുന്ന രീതിയിൽ അല്ലാണ്ട് മറ്റു സാധ്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ.